everyone, welcome back to once. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 3ലെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. സെമി കണ്ടക്ടർ നമുക്ക് അറിയാവുന്ന കാര്യം, നമുക്ക് സുപരിചിതമായിട്ടുള്ള വേർഡാണ് ഈ സെമി കണ്ടക്ടർ എന്നുള്ളത്, ശരിയല്ലേ? നമ്മൾ 10th ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പഠിച്ചതെന്ന് ഓർത്ത് നോക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടക്ടർ ഓർക്കുന്നുണ്ടോ? കണ്ടക്ടർ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സെമി കണ്ടക്ടർ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ഇൻസുലേറ്റർ, ശരിയല്ലേ? ഇൻസുലേറ്റർ. സോ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അറിയാമോ? അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. സോ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു മെറ്റൽ എടുക്കുകയാണ്. നമ്മളിപ്പം കോപ്പർ എന്ന് പറഞ്ഞ ഒരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ ഈ കോപ്പർ എന്ന് പറഞ്ഞ മെറ്റലിന് എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മെറ്റൽ എടുത്ത് ആ മെറ്റലിനകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. അവർക്ക് തടസ്സം ഒന്നും കാണില്ല, അവർക്ക് റെസിസ്റ്റൻസ് ഒന്നും കാണില്ല. ഇപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈസിലി കണ്ടക്ട് ചെയ്യും, അങ്ങനെ ഓർത്താൽ മതി. ഈസിലി ആയിട്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. പക്ഷെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് കണ്ടക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവര് കണ്ടക്ട് ചെയ്യും. പക്ഷെ അവർ കണ്ടക്ട് ചെയ്യില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അവർ കണ്ടക്ട് ചെയ്യില്ല. സോ അതാണ് സെമി കണ്ടക്ടറിന്റെ ഒരു പ്രത്യേകത. അതേസമയം ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ടക്ടറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ, ശ്രദ്ധിക്കുക, നമ്മുടെ കണ്ടക്ടറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ട് ചെയ്യില്ല. അവരിപ്പോ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താലോ എന്തോ കൊടുത്താലോ അവർ എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. സോ അതാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കണ്ടീഷൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. സെമി കണ്ടക്ടർ, ഓക്കെ, സെമി കണ്ടക്ടർ. നമ്മൾ ശരിക്കും ഈ സെമി കണ്ടക്ടർ ആണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, ഈ സെമി കണ്ടക്ടർ നമ്മൾ ആക്ച്വലി 2 സെമി കണ്ടക്ടറെ പഠിക്കുന്നുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ സിലിക്കണും, രണ്ടെന്ന് പറഞ്ഞാൽ ജെർമേനിയം. ക്ലിയർ ആയോ? സിലിക്കണും ജെർമേനിയം. നമുക്ക് നോക്കാം. നോക്കി, സെമി കണ്ടക്ടർ ആണ് എ ഗ്രൂപ്പ് ഓഫ് മെറ്റൽസ് ഹാവിംഗ് കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റർ. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കണ്ടക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഇവര് കണ്ടക്ടർ ആണ്. പക്ഷെ ഇവര് കണ്ടക്ടർ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, ഇവര് കണ്ടക്ടർ അല്ല, ഇൻസുലേറ്റർ ആണ്. ഒരു ഇൻ ബിറ്റ്വീൻ ആണ്. അതായത് കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ ഈ കണ്ടക്ടേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെ നടുക്കാണ് എന്തെന്ന് പറയുന്നത്? ഈ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി, ദ കണ്ടക്ടിവിറ്റി വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടർ ആൻഡ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റർ. അതായത് കണ്ടക്ടറിനെ കാട്ടിലും സെമി കണ്ടക്ടറിനെ കണ്ടക്ടേഴ്സിനെ കാട്ടിലും കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ ഇൻസുലേറ്ററിനെ കാട്ടിലും കൂടുതലായിരിക്കും. മനസ്സിലായോ? അതായത് ഈ രണ്ടിന്റെയും കൂടെ നടുക്ക് നിൽക്കുന്നത് ആരാണ്? സെമി കണ്ടക്ടർ ആണ്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സെമി കണ്ടക്ടർ 2 എണ്ണമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സിലിക്കണും, രണ്ടെന്ന് പറയുന്നത് എന്താണ്? ജെർമേനിയം. ഈ സിലിക്കണും ജെർമേനിയവും തമ്മിൽ ഇവർക്ക് ഒരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. ആ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ ആണെങ്കിൽ 1.12 ഇലക്ട്രോൺ വോൾട്ട് EVയും ജെർമേനിയത്തിനാണെങ്കിൽ 0.75 EVയും ആണ്, അതായത് ഇലക്ട്രോൺ വോൾട്ടും ആണ്. ഈ ഒരു വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ചില ടെക്സ്റ്റ് ബുക്കിൽ സിലിക്കൺ 1.1 എന്നേ കാണിക്കുള്ളൂ, 1.1 EVനെ കാണിക്കുള്ളൂ. 1.1 ആണെങ്കിലും 1.12 EV ആണെങ്കിലും രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഡെസിമലിന്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും 1.12 EV എന്ന് തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നോക്കി, the resistivity of semiconductor will be greater than that of conductor and less than that of insulators lie between the range of 10⁻⁶ to 10⁸ അതായത് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 10⁻⁻⁶ 10⁸ മധ്യത്തിലായിരിക്കും, അതായത് ഇടയ്ക്കായിരിക്കും. ക്ലിയർ ആയോ? ഇടയ്ക്കായിരിക്കും. സോ അതാണ് പറയുന്നത്. ഓക്കെ, ലൈക്ക് ജെർമേനിയം, സിലിക്കൺ, കാർബൺ. സോ ഇങ്ങനെയൊക്കെ പറയുന്ന എക്സാമ്പിൾസ് ആണ് നമുക്ക് സെമി കണ്ടക്ടറിന് കൊടുക്കാൻ സാധിക്കുക. നമുക്ക് ആക്ച്വലി സെമി കണ്ടക്ടർ നമുക്ക് ഇവിടെ 2 എണ്ണം പഠിച്ചാൽ മതി. ഒന്ന് സിലിക്കണും, ഒന്ന് ജെർമേനിയം. അത് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയും എന്താണ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇപ്പം നമുക്ക് പീരിയോഡിക് ടേബിൾ ഒക്കെ ഉണ്ട്. ആ പീരിയോഡിക് ടേബിൾ നമുക്ക് P ഗ്രൂപ്പ്, D ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറെ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ തൊട്ട് താഴെ കുറച്ച് എലമെന്റ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ സെമി കണ്ടക്ടർ എന്ന് പറയാനായിട്ട്. സോ ഈ സെമി കണ്ടക്ടേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. മനസ്സിലായി? സെമി കണ്ടക്ടേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. സോ ഈ സെമി കണ്ടക്ടർ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ആകെ ജെർമേനിയം അതുപോലെ തന്നെ സിലിക്കൺ മാത്രമേ പഠിക്കുന്നുള്ളൂ.
ഓക്കെ, ഈ ജെർമേനിയത്തിന്റെയും സിലിക്കണിന്റെയും നമ്മുടെ 1.12 EVയും 0.75 EVയും ആ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്താണ് ഒരു സെമി കണ്ടക്ടർ എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടിയല്ലോ. എന്താണ് സെമി കണ്ടക്ടർ? അത് കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതെ അവർ കണ്ടക്ട് ചെയ്യും, എന്നാൽ അവർ കണ്ടക്ട് ചെയ്യില്ലേന്ന് ചോദിച്ചാൽ ഇല്ല അവർ കണ്ടക്ട് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയാം, കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറയാം. നോക്ക്, നമ്മുടെ സെമി കണ്ടക്ടർ എപ്പോഴാണ് ഇൻസുലേറ്റർ ആവുന്നതെന്ന് അറിയാമോ? ഈ ഒരു കണ്ടീഷൻ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ആവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? T is equal to 0 എന്നുള്ള കണ്ടീഷനാണ്. ക്ലിയർ ആയോ? നമ്മുടെ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ആവുന്ന കണ്ടീഷൻ എന്തുവാ? ടെമ്പറേച്ചർ 0 ആവുന്നത്, അതായത് T is equal to 0. നേരെ മറിച്ച് നമ്മുടെ സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? T greater than 0. അതായത് T എപ്പോഴും 0യെക്കാട്ടിലും മുകളിലാണെങ്കിൽ, അതായത് ടെമ്പറേച്ചർ കുറച്ച് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു സെമി കണ്ടക്ടർ ആയിരിക്കും. മനസ്സിലായോ? എപ്പോഴും ഓർക്കുക, ടെമ്പറേച്ചർ 0 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അത് ഇൻസുലേറ്റർ ആയിരിക്കും. ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഇൻസുലേറ്റർ ആയിരിക്കും. അഥവാ T എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0യെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, എന്താണ്? 0യെക്കാട്ടിലും ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമുക്കത് എപ്പോഴും എന്തായിരിക്കും? സെമി കണ്ടക്ടർ ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കി. ദ റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടർ ആൻഡ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റർ. നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയ പോയിന്റ് ആണ്. നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ എങ്ങനെയായിരിക്കും? കണ്ടക്ടിവിറ്റിയെക്കാട്ടി കൂടുതലായിരിക്കും, എന്നാൽ നമ്മുടെ ഇൻസുലേറ്ററിനെക്കാട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ ആദ്യം ഈ കണ്ടക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക, ഇൻസുലേറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ നമ്മുടെ സെമി കണ്ടക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നാലേ നമുക്ക് ഈ ഒരു താരതമ്യം ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് പറയുന്നത്? ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്ന്, നമ്മുടെ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടറിനെക്കാട്ടിലും കൂടുതലാണ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലേറ്ററിനെക്കാട്ടിലും എന്താണ്? കുറവും ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ഇതൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ജസ്റ്റ് ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് തനിയെ എഴുതാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് നോക്കിയേ. സെമി കണ്ടക്ടർ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് സെമി കണ്ടക്ടറിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. കാരണം എന്താ? നമ്മുടെ സെമി കണ്ടക്ടർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ കണ്ടക്ടർ എന്തായിരിക്കും? കണ്ടക്ടർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എഴുതണം? കണ്ടക്ടർ ആർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, ബട്ട് സെമി കണ്ടക്ടർ എന്തായിരിക്കും? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. സിമിലർലി ഇൻസുലേറ്ററിന്റെ കേസ് പറഞ്ഞേ. ഇൻസുലേറ്റർ എന്തായിരിക്കും? ഇൻസുലേറ്റർ ഈസ് ഓൾസോ എന്തായിരിക്കും? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. അതായത് നമ്മുടെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും, ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സെമി കണ്ടക്ടറിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വന്നത്? അത് നമ്മുടെ ഇൻസുലേറ്ററിന്റെ ഒരു ഫാക്ടറാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ will act as both conductor and insulator. ടെമ്പറേച്ചർ നമ്മുടെ സെമി കണ്ടക്ടർ എന്താണ്? കണ്ടക്ടർ ആയിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഇൻസുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെമി കണ്ടക്ടറിന് രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കി. സെമി കണ്ടക്ടർ ആർ മെറ്റാലിക് ഇൻ നേച്ചർ ബട്ട് ജനറലി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അവർ മെറ്റാലിക് ഇൻ നേച്ചർ ആയിരിക്കും, പക്ഷെ അവര് ഹാർഡും ബ്രിട്ടിലും ആയിരിക്കും. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കി. അറ്റ് 0 Kelvin സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് ഇൻസുലേറ്റർ. നമ്മൾ കണ്ട പോയിന്റ് ആണ്, നമ്മൾ ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ 0 Kelvin ടെമ്പറേച്ചർ 0 ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അറ്റ് 0 Kelvin നമ്മുടെ സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പക്ഷേ ടെമ്പറേച്ചർ ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് പഠിക്കുക. ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും? നമ്മുടെ മെറ്റീരിയൽ സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കി. In semiconductor,
ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ചാർജ് കാരിയേഴ്സ്. അതായത് സെമി കണ്ടക്ടറിനകത്ത് നമുക്ക് ഇലക്ട്രോൺസ് ഉണ്ട്, ഹോൾസ് ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ് മക്കളെ? ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതേസമയം ഹോൾസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഇവരെ എന്താണ് നമ്മൾ പറയുന്നത്? ദേ ആർ ആക്ടിങ് ആസ് ചാർജ് കാരിയേഴ്സ്. അവരെന്താണ്? ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ്? ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഹോൾസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ അവർ എന്തായിട്ട് ആക്ട് ചെയ്യും? ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ 5ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയാനായിട്ട്. 6ാമത്തെ പ്രോപ്പർട്ടി ഒന്ന് നോക്കി. സെമി കണ്ടക്ടേഴ്സ് ഹാവ് എ ഫിൽഡ് വാലൻസ് ബാൻഡ് ആൻഡ് എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡ് അറ്റ് 0 കെൽവിൻ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പോട്ടെ, ഒന്നുകൂടെ പറയാം. നോക്കിയേ, നമുക്ക് ശരിക്കും 2 ബാൻഡ് ഉണ്ടടാ. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്, CD കണ്ടക്ഷൻ ബാൻഡ്, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വാലൻസ് ബാൻഡ്. മനസ്സിലായോ? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വാലൻസ് ബാൻഡും. ശരിക്കും ഈ വാലൻസ് ബാൻഡിൽ എന്തുണ്ട്? നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺസ്. ഇനി ഡോട്ട് ഇട്ട് കാണിക്കുന്നതാണ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഈ കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കാണാം നമുക്ക്. ശരിയല്ലേ? കുറച്ച് ഗ്യാപ്പ് കാണാം. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ബാൻഡുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ അതിനെ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്നു. ഈ ബാൻഡ് ഗ്യാപ്പിന് വേറെ കുറച്ച് പേരുണ്ട്. നമ്മുടെ ബാൻഡ് ഗ്യാപ്പിന് നമുക്ക് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാം, എനർജി ഗ്യാപ്പ് എന്ന് പറയാം, ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയാം, ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാം. എന്ത് പേരിട്ട് വിളിച്ചാലും ഇത് ശരിയാണ്. അപ്പൊ ഞാനിപ്പോ സിംപിളി നിങ്ങളോട് പറയാണ്, നമുക്ക് 2 ബാൻഡ് ഉണ്ട് മക്കളെ. ഒന്ന് കണ്ടക്ഷൻ ബാൻഡും 2 വാലൻസ് ബാൻഡും. അപ്പൊ ഈ ബാൻഡിനിടയ്ക്ക് എന്തുണ്ട്? കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഈ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഈ ഓരോ ഇലക്ട്രോൺസിനെയും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എനിക്ക് കൊണ്ടുപോകണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്തിനാ കണ്ടക്ഷൻ ബാൻഡിൽ കൊണ്ടുപോകുന്നത്? ഇത് വാലൻസ് ബാൻഡിൽ തന്നെ ഇരിക്കില്ലേന്ന്. കാരണം എനിക്ക് എന്തിനാണ് ഞാനിത് കണ്ടക്ഷൻ ബാൻഡിൽ കൊടുക്കുന്നത് വെച്ചാൽ എനിക്ക് കണ്ടക്ഷൻ നടക്കണം, എനിക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം, കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കണം. സോ അതിനുണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഇരിക്കുന്ന ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസിനെയും എനിക്ക് വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസിനെയും എനിക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഗ്യാപ്പ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ എക്സ്റ്റേണലി കുറച്ച് എന്താണ് ഫോഴ്സോ ഞാൻ അപ്ലൈ ചെയ്യണം. എക്സ്റ്റേണലി കുറച്ച് ടെമ്പറേച്ചറോ അല്ലെ എക്സ്റ്റേണലി കുറച്ച് ഫോഴ്സോ അല്ലെ എക്സ്റ്റേണലി എന്തെങ്കിലും തെർമലോ ഹീറ്റോ എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഇസ് ഞാൻ എക്സ്റ്റേണലി കുറച്ച് കൊടുക്കുക. ഞാനിവിടെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ എന്തോ സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് നേരെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. മനസ്സിലായോ? ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അങ്ങനെ ഞാൻ ടെമ്പറേച്ചർ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം എൻ്റെ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. മനസ്സിലായോ? ഇൻ കേസ് ഇനി ആലോചിക്കാം, ഞാൻ ടെമ്പറേച്ചർ ഒന്നും കൂട്ടിയില്ല, ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 0, ടെമ്പറേച്ചർ ഒന്നും കൂട്ടിയില്ല, എന്റെ ഇനിഷ്യൽ കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണ് വാലൻസ്. അപ്പം എന്റെ വാലൻസ് ബാൻഡിലുള്ള എന്തെങ്കിലും ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുമോ എന്ന് ആലോചിച്ച് നോക്കി. പോവില്ല. അതാണ് അവരിവിടെ പറഞ്ഞേക്കുന്നത്. സെമി കണ്ടക്ടർ ഹാവ് എ ഫിൽഡ് വാലൻസ് ബാൻഡ് ആൻഡ് എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡ് അറ്റ് 0 കെൽവിൻ. 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ 0 ആവുന്ന കണ്ടീഷനിൽ, ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ 0 ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവില്ല. ഞാൻ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0, ടെമ്പറേച്ചർ കുറച്ച് കൂട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ട്രാവൽ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഒന്ന് ആലോചിച്ച്, അറ്റ് ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് ടെമ്പറേച്ചർ ഒന്നും കൊടുക്കാത്ത കണ്ടീഷനിൽ എൻ്റെ വാലൻസ് ബാൻഡിൽ എന്താ? ഫുൾ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിലേക്ക് ചെല്ലുന്നത്. വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസും നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചെല്ലുന്നത്. ആ ഒരു പോയിന്റ് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു 6 പ്രോപ്പർട്ടി എന്ന് പറയാൻ. മനസ്സിലായല്ലോ? ഈ 6 പ്രോപ്പർട്ടി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തത് നോക്കിയേ. അടുത്തത് യെസ്, നമ്മളിപ്പോ പറഞ്ഞ എനർജി ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാം. ഓക്കെ, നമുക്ക് തിയറിയിലേക്ക് വരാം. അതിന് മുന്നിട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യം തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് പറയാനായിട്ട്. ഓക്കെ, കണ്ടക്ടർ. ഇത് നമ്മുടെ സെമി കണ്ടക്ടർ. ഇത് നമ്മുടെ ഇൻസുലേറ്റർ. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ
നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2 ബാൻഡ് ഉണ്ടെന്ന് അറിയാലോ. ഏതൊക്കെയായിരുന്നു ആ ബാൻഡ്? ഒന്ന് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡും ഒന്ന് നമ്മുടെ വാലൻസ് ബാൻഡും. ഇനി കണ്ടക്ഷന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ, കണ്ടക്ടേഴ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയായിരിക്കും. ഇതായിരിക്കും കണ്ടീഷൻ. ഇത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്, ഇത് നമ്മുടെ വാലൻസ് ബാൻഡ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ഓവർലാപ്പ് ചെയ്തിരിക്കുക. ഞാൻ വരച്ചു കാണിക്കാം. നോക്കി, ഇത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്. This is our conduction band and this is our valence band. മനസ്സിലായോ? വാലൻസ് ബാൻഡിൽ എന്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഡോട്ട് ഇട്ട് കാണിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് എന്താണ്? ഫ്രീ ടു മൂവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം, കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് വരാം. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് അവിടെ കണ്ടക്ഷൻ പോസിബിലിറ്റി ഉള്ളത്. കണ്ടക്ഷൻ അവിടെ ഒത്തിരി ആയിരിക്കും. മനസ്സിലായി? കാരണം എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രിക് കറന്റ് എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ നമുക്കറിയാം. സോ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കമ്മിങ് ടു സെമി കണ്ടക്ടർ അല്ല, ഓക്കെ, ഗോയിങ് ടു ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ കണ്ടക്ടേഴ്സിൽ എന്ത് നമ്മൾ പറഞ്ഞു അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലേറ്റർ. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കണ്ടക്ടർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? നോക്കി, ഞാൻ പറഞ്ഞു നമ്മുടെ കണ്ടക്ടേഴ്സിനകത്ത് വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഇവർ അടുത്തിരിക്കുകയാണ്, ഇവർ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇൻസുലേറ്റേഴ്സിൽ വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞേ? ഇത് അകന്നിരിക്കുമായിരിക്കും. ഇവിടെ കണ്ടക്ടേഴ്സിനകത്ത് അടുത്താണെങ്കിൽ ഇൻസുലേറ്റർ വരുമ്പോൾ എന്താ സംഭവിക്കുക? അകലും. അപ്പൊ എന്ത് സംഭവിക്കുക? നമ്മുടെ വാലൻസ് ബാൻഡ്, ഇത് നമ്മുടെ വാലൻസ് ബാൻഡ്, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒത്തിരി ദൂരെയായിരിക്കും. നോക്കി, ഒത്തിരി ദൂരെയായിരിക്കും. ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്റെ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഇലക്ട്രോൺസ്, ഓക്കെ, ഇലക്ട്രോൺസ് ഞാൻ ഇൻ കേസ് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ തന്നെ, ഗ്രേറ്റർ ദാൻ 0 ആക്കുവാണെങ്കിൽ തന്നെ ഈ ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ എന്റെ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. കണ്ടക്ടേഴ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. കമ്മിങ് ടു സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം നടുക്കുള്ള സംഭവമാണ്. അതായത് നമ്മുടെ കണ്ടക്ടേഴ്സ് നോക്കി, രണ്ടും കൂടെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടായിരിക്കുന്നത്. പക്ഷെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ. ഒരു 1 ഇലക്ട്രോൺ വോൾട്ട് വരുന്ന ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ ഇവർക്ക് തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്റെ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസിനെ എനിക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഞാനിത് ചെയ്യാണ്, ടെമ്പറേച്ചർ കുറച്ച് കൂട്ടുകയാണ്, ഗ്രേറ്റർ ദാൻ 0 ആക്കുകയാണ്. അപ്പൊ ഇതെന്താ പറ്റും? വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോൺസും എങ്ങോട്ട് പോകും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പൊ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് അവിടെ സംഭവിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് കറണ്ട് ഫോം ചെയ്യും. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് നമ്മുടെ ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. ഓർക്കുക, കണ്ടക്ടേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലേറ്റർ. അതുപോലെ തന്നെ എന്താണ്? ഇൻസുലേറ്ററും കണ്ടക്ടറും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെമി കണ്ടക്ടർ എളുപ്പമായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. എന്താണ്? കണ്ടക്ടറിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലേറ്റർ. അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെ മിഡിൽ വരുന്നതാണ് സെമി കണ്ടക്ടർ. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. വായോ, ഇനി നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. നോക്കി, എന്താണ് കൊടുത്തേക്കുന്നത്? ദ ഇലക്ട്രോൺസ് ഇൻ എനി ഓർബിറ്റ് പൊസസ് ഡെഫിനിറ്റ് എനർജി. നമുക്ക് അറിയാവുന്ന കാര്യം, സിമ്പിളാ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ആസ് എ റിസൾട്ട് ദേ ഓക്കുപൈ എ ഡിസ്ക്രീറ്റ് എനർജി ലെവൽ. ശരിയാണ്, നമ്മുടെ ഓരോ ഇലക്ട്രോൺസിനും ഓരോ എനർജി ലെവൽ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചേ കൊച്ചു ക്ലാസ്സിൽ. ശരിയല്ലേ? ഫസ്റ്റ് എനർജി ലെവലിൽ 2 ഇലക്ട്രോൺ ഓക്കുപൈ ചെയ്യും, സെക്കൻഡ് എനർജി ലെവലിൽ 4 ഇലക്ട്രോൺ ഓക്കുപൈ ചെയ്യുന്നൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ പഠിച്ചതാണ്. ഓർബിറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മൾ കുറെ ഷെല്ല് പഠിച്ചിട്ടുണ്ട്. കെ ഷെല്ല്, എം ഷെല്ല്, എൽ ഷെല്ല് എന്ന് പറഞ്ഞാൽ കുറെ ഷെല്ലുകളുടെ കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. ഇനി നോക്കി, when the atoms are combined to form a solid. ഒരു സോളിഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കുറെ ആറ്റംസ് കമ്പൈൻ ചെയ്ത്, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്താണ് ഒരു സോളിഡ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഐസ്, അതൊക്കെ സോളിഡ് ആണ്. നെക്സ്റ്റ് നോക്കി, ഇലക്ട്രോൺ എനർജീസ് cannot be indicated by energy levels. For each of the atoms in the solid, there are millions of electrons and each of them have slightly varying different energies, hence closely spaced, and hence in the solid, hence they are closely packed and is known as energy band. Energy band എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആറ്റംസ് എല്ലാം കൂടെ
ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ച ഒരു സോളിഡ് ഉണ്ടാവും. ഈ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ അപ്പൊ ഒരു സോളിഡിൽ എന്തുണ്ട്? മില്യൺസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി അവരുടെ എനർജീസ് സ്ലൈറ്റ്ലി വേരി ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ വേരി ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ക്ലോസ്ലി സ്പേസ് പാക്ക് ചെയ്തിരിക്കുന്ന സ്പേസിലെ എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ബാൻഡ് എനർജി ബാൻഡ് ഓർ ബാൻഡ് എനർജി വാട്ട് എവർ ഇറ്റ് ഇസ് അതെന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നോക്കി, ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ വാലൻസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് വാലൻസ് ബാൻഡ്. അതായത് ഈ നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എനർജി റേഞ്ച് വേരി ചെയ്യുന്നതിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. സിമിലർലി നമ്മൾ കണ്ടക്ഷൻ ബാൻഡിനെ എന്താ സംഭവിക്കുക? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ വേരിയേഷൻ ആയിരിക്കും. കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ റേഞ്ച് അതായിരിക്കും നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതാണ് ബാൻഡ് ഗ്യാപ്പ്. ബാൻഡുകൾ തമ്മിലുള്ള ഗ്യാപ്പിന്റെ പേരാണ് ബാൻഡ് ഗ്യാപ്പ്, ഓർ ഇറ്റ് ഈസ് വി കോൾഡ് ആസ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. നമ്മൾ ആദ്യമേ കണ്ടതാണ് സിലിക്കൺ, ജെർമേനിയം. രണ്ട് സെമി കണ്ടക്ടറെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതിൽ സിലിക്കന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.12 EVയും ജെർമേനിയത്തിന്റെ 0.75 EV എന്നുമാണ്. ഇവിടെ ഇപ്പൊ 7.2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊരു 0.75 ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കിൽ 0.75 എന്നുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ 0.72 എന്നുണ്ട്. എനിവേ 0.77 ആണ് ഈ പറയുന്ന ജെർമേനിയത്തിന്റെ എന്തെന്ന് പറയുന്നത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ദേ ആർ ഓവർലാപ്ഡ് ഈച്ച് അതർ ആൻഡ് അതായത് നമ്മുടെ കണ്ടക്ടറിന്റെ കേസിൽ എന്താണ്? നമ്മുടെ ഫോർബിഡൻ ഗ്യാപ്പ് ഇല്ല. ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും കണ്ടക്ഷനിൽ. കാരണം എന്താണ്? അവർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇൻസുലേറ്ററിന്റെ കേസിൽ എന്താണ്? അവർക്ക് അവിടെ വെരി ഹൈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ്, വെരി ഹൈ ആണ്. പിന്നെ അതുപോലെ ഇൻസുലേറ്ററിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി സെമി കണ്ടക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ കുറച്ചൊരു മീഡിയം ആയിരിക്കും. നമ്മുടെ ഫോർബിഡന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായാലും കുറച്ചായിരിക്കും, എന്നാലും ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. സോ അത്രയേ ഉള്ളൂ. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും രണ്ട് തരത്തിലുണ്ട് നമുക്ക്. ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടേഴ്സും. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ അപ്പൊ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് കണ്ടത്? നമ്മൾ സെമി കണ്ടക്ടർ എന്താണെന്ന് കണ്ടു, സെമി കണ്ടക്ടറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് കണ്ടു, അതിന്റെ കുറച്ച് ഡയഗ്രാം കണ്ടു, അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷനും കണ്ടു. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.